നമസ്കാരം. മഹാകുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ ഗംഗയിലെയും യമുനയിലെയും വെള്ളം കുളിക്കാൻ യോഗ്യമല്ലെന്നും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം അമിതമാണെന്നുമുള്ള കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് തള്ളി യുപി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. മലിനജലം, മൃഗങ്ങളുടെ അവശിഷ്ടം എന്നിങ്ങനെ പല കാരണങ്ങളാൽ ഈ കോളി ബാക്ടീരിയ വർദ്ധിക്കും. എന്നാൽ പ്രയാഗ്രാജിലെ ഫെക്കൽ കോളിഫോമിന്റെ അളവ് 100 മില്ലിയിൽ 2500 MPN-ൽ താഴെയാണ്. മഹാകുംഭത്തെ അപകീർത്തിപ്പെടുത്താൻ മാത്രമാണ് വ്യാജ പ്രചാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യ മൃഗ വിസർജ്യത്തിൽ നിന്നാണ് പ്രധാനമായും വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ ഉണ്ടാകുന്നത്. മതപരമായ സമ്മേളനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പ്രചാരണമെന്ന് യോഗി ആരോപിച്ചു. സംഘം വെള്ളം വിശുദ്ധ സ്നാനത്തിന് തികച്ചും അനുയോജ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുളിക്കുന്നതിന് മാത്രമല്ല, ആചാരത്തിന്റെ ഭാഗമായി കുടിക്കാനും വെള്ളം യോഗ്യമാണെന്നും യോഗി ആദിത്യനാഥ് നിയമസഭയിൽ പറഞ്ഞു. ഈ പരിപാടി ഏതെങ്കിലും പാർട്ടിയോ സർക്കാരോ സംഘടിപ്പിച്ചതല്ല, ഇത് സമൂഹത്തിൻ്റെതാണ്. ഞങ്ങൾ സഹായികൾ മാത്രമാണ്. ഉത്സവത്തിന് 7 ദിവസം ശേഷിക്കുന്നു. ഇന്ന് ഉച്ചവരെ 56.26 കോടി ഭക്തർ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ഈ നൂറ്റാണ്ടിലെ മഹത്തായ കുംഭവുമായി സഹകരിക്കാൻ ഞങ്ങളുടെ സർക്കാരിന് അവസരം ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ത്രിവേണിയിൽ വെള്ളത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സംഗമത്തിലും പരിസരത്തുമുള്ള എല്ലാ പൈപ്പുകളും ഡ്രെയിനേജുകളും ടേപ്പ് ചെയ്ത് ശുദ്ധീകരിച്ചതിനു ശേഷം മാത്രമാണ് വെള്ളം തുറന്നുവിടുന്നത്. യുപി മലിനീകരണ നിയന്ത്രണ ബോർഡ് ജലത്തിന്റെ ഗുണനിലവാരം നിലനിർത്താൻ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം സംഗമത്തിന് സമീപത്തെ BODയുടെ അളവ് 3-ൽ താഴെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉത്തർപ്രദേശ് നിയമസഭയിൽ സംസാരിക്കവേ മഹാകുംഭമേളയിൽ 56.25 കോടിയിലധികം ഭക്തർ ഇതിനകം പുണ്യസ്നാനം നടത്തിയിട്ടുണ്ടെന്നും കുളി കഴിഞ്ഞ നിരവധി സെലിബ്രിറ്റികൾ ക്രമീകരണങ്ങളെ പ്രശംസിച്ചിട്ടുണ്ടെന്നും ആദിത്യനാഥ് പറഞ്ഞു. 56.25 കോടിയിലധികം ഭക്തർ ഇതിനകം പ്രയാഗ്രാജിൽ പുണ്യസ്നാനം നടത്തി. സനാതൻ ധർമ്മത്തിനോ ഗംഗാ മാതാവിനോ ഇന്ത്യക്കോ മഹാകുംഭമേളയ്ക്കോ എതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ വ്യാജ വീഡിയോകൾ കാണിക്കുകയോ ചെയ്യുമ്പോൾ അത് ഈ 56 കോടി ജനങ്ങളുടെ വിശ്വാസത്തിൽ കളിക്കുന്നതിന് തുല്യമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ലെവൽ 3 മില്ലിഗ്രാമിൽ താഴെയാണെന്നും ഗംഗയിലെ അലിഞ്ഞു ചേർന്ന ഓക്സിജന്റെ ലെവൽ 5 മില്ലിഗ്രാമിൽ നിന്ന് ഏകദേശം 9 മില്ലിഗ്രാം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ബുധനാഴ്ചത്തെ ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് ആദിത്യനാഥ് പറഞ്ഞു. CPCBയുടെ കണക്കനുസരിച്ച് മലിനജല മലിനീകരണത്തിന്റെ പ്രധാന സൂചകമായ ഫെക്കൽ കോളിഫോം 100 മില്ലിലിറ്ററിന് 2500 യൂണിറ്റിനുള്ളിലായിരിക്കണം. 144 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചതിന് പ്രതിപക്ഷത്തെയും അദ്ദേഹം കടന്നാക്രമിച്ചു. ലാലു പ്രസാദ് യാദവിൻ്റെയും തൃണമൂൽ നേതാവ് മമതാ ബാനർജിയുടെയും പരാമർശങ്ങളെ അദ്ദേഹം വിമർശിച്ചു. മഹാകുംഭമേളയ്ക്ക് പണം ചെലവഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ ചോദിച്ചു. ലാലു യാദവ് കുംഭമേളയെ ഫാൾട്ടു എന്ന് വിളിച്ചു. SPയുടെ മറ്റൊരു പങ്കാളി പറഞ്ഞത് മഹാകുംഭമേള മൃത്യുകുംഭം ആയി മാറിയെന്നാണ്. സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിക്കുന്നത് കുറ്റകരമാണെങ്കിൽ നമ്മുടെ സർക്കാർ ആ കുറ്റകൃത്യം തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ മാസം മഹാകുംഭമേളയ്ക്കിടയിലുണ്ടായി തിക്കിലും തിരക്കിലും UP സർക്കാരിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചൊവ്വാഴ്ച പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ആത്മീയ സമ്മേളനം മൃത്യുകുംഭമായി മാറിയെന്നും അവർ പറഞ്ഞു. അതിനിടെ നേരത്തെ മഹാകുംഭമേള അർദ്ധശൂന്യമെന്ന് വിശേഷിപ്പിച്ച ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവനയും വിവാദത്തിലായിരുന്നു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ലാലുവിന്റെ പ്രതികരണം. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ച സംഭവം വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ നടത്തിയ അപര്യാപ്തമായ ക്രമീകരണങ്ങളാണ് ഇത് തുറന്നു കാട്ടുന്നത്. റെയിൽവേ മന്ത്രി രാജിവെക്കണം. ഇത് റെയിൽവേയുടെ പൂർണ്ണ പരാജയമാണെന്ന് മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി കൂടിയായ ലാലു പ്രസാദ് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വലിയ ജനക്കൂട്ടം ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയ്ക്കായി വലിയ ജനക്കൂട്ടം എത്തുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുംഭമേളയ്ക്ക് അർത്ഥമില്ല, അത് വെറും അർദ്ധശൂന്യമാണെന്നായിരുന്നു ലാലുവിന്റെ മറുപടി. ഇതിനെതിരെ ബീഹാർ BJP വക്താവ് മനോജ് ശർമ്മയും രംഗത്ത് വന്നിരുന്നു. ഹിന്ദു മതത്തോടുള്ള RJDയുടെ മനോഭാവമാണ് തുറന്നു കാട്ടുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം.